മലബാറിലെ ഏറ്റവും വലിയ ബേക്കറിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ബേക്കറിൻ്റെ പേരാണ് സുരയ്യ ബേക്കറി. അപ്പോൾ എല്ലാവർക്കും ചിരുള്ളി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ കൊണ്ടോട്ടി അരീക്കോട് റോട്ടിൽ കീഴ്ശ്ശേരി കഴിഞ്ഞിട്ട് ബാലത്തിൽ പുറായ പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. ആ ബാലത്തിൽ പുറായയിലാണ് ഈ ബേക്കറി ഉള്ളത്. അപ്പോൾ അവിടെ ഉദ്ഘാടനം തുടങ്ങണേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട്. ഇത്ര വലിയൊരു ബേക്കറി ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ കടേൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടില്ലേ. അപ്പോൾ അവിടെ ഉള്ളിൽ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലൊക്കെ കയറി കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. സെക്കൻഡ് ഫ്ലോറിലാണ് ഇരുന്ന് കഴിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കാണാൻ. അപ്പോൾ ഈ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ബേക്കറീൻ്റെ വലിയ കളക്ഷനാണ്. ഇവിടെ ഫുള്ള് ബേക്കറി തന്നെയാണ്, കാരണം മലബാറിലെ ഏറ്റവും വലിയ ബേക്കറി ആണല്ലോ. അപ്പോൾ എല്ലായിടത്തും ബേക്കറീൻ്റെ ഐറ്റംസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. നമുക്ക് കൊതിപ്പിക്കുന്ന മനം മയക്കുന്ന സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ. കണ്ടോ, ഹൽവേൻ്റെ വലിയൊരു ശേഖരമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുമാതിരി കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് ഈ ഭാഗത്ത് എത്തുമ്പോൾ. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഹൽവേൻ്റെ ജാർ ഹൽവകളാട്ടോ, ജാറിലേക്ക് ആക്കി വെച്ചതാണ്. ഇതൊക്കെ നമുക്ക് ഒരു ജാറ് ഇങ്ങോട്ട് വാങ്ങിയതിന് മുറിച്ച് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഇത് മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താ ടേസ്റ്റ് ഉണ്ടാവില്ലേ കഴിക്കാൻ. പല കളർഫുൾ ഹൽവാസ്, എവിടെയും കാണാത്ത ഒരുപാട് ഐറ്റംസുകളാണ് കേട്ടോ. ഇത് വെറൈറ്റി മോഡൽ. ഇതൊരു ഭംഗിയാണ് കാണാനല്ലേ, കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ അല്ലേന്ന് ഇവിടെ ആളുണ്ടവരോട് ചോദിച്ചു നോക്കാം. ഹായ്, നമസ്കാരം. ഷാജഹാൻ്റെ അനിയനാണ് അല്ലേ? പേരെന്ത് ചെയ്തു? മുഹമ്മദ് അലി. അപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ, ഈ സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കണതാണോ? ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യണതാണ്. ഏതായാലും സെറ്റായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, സെറ്റ് ചെയ്തൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ കേക്ക്സ്, ഒരുപാട് കേക്ക്സ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട്. അതുപോലെ സ്വീറ്റ്സിൻ്റെ വലിയൊരു ശേഖരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മുട്ടായി കൊതിയന്മാരും കൊതിച്ചികളൊക്കെ ഇങ്ങോട്ട് വരാം. ഡ്രൈ ഫ്രൂട്ട്സ് ഇതാ അവിടെ ഉണ്ട് ഇഷ്ടം പോലെ. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത്രയും വലിയൊരു ഏരിയ മുഴുവനും ഡ്രൈ ഫ്രൂട്ട്സ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് വെറൈറ്റി ഫ്രൂട്ട്സുകളാണുള്ളത്. അതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ വെറൈറ്റി കുറേ ഫ്രൂട്ട്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ആളെടുത്ത് ചോദിക്കാം എന്തൊക്കെ തരം വെറൈറ്റീസാണ് ഇവിടെ ഉള്ളത്. ഹായ്, എന്താണ് ഒരുക്കി വെക്കൽ കഴിഞ്ഞോ? ഇന്നത്തെ ഒരു തിരക്കാണല്ലേ ഇത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാ വെറൈറ്റി ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടെന്ന് പറയണ കേട്ടോ. അത് ലിച്ചി ഫ്രൂട്ട്, നല്ല മധുരമുള്ള അടിപൊളി വിദേശ ഫ്രൂട്ട് അല്ലേ, ലിച്ചി ഫ്രൂട്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറിയ ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ അതുപോലെ എന്താ ആ മുന്തിരിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എങ്ങനെ? ജോർദാന്റെ മുന്തിരി. പേരെന്താ? ഗ്ലോബ്. ജോർദാന്റെ മുന്തിരിയാണ് കേട്ടോ അത്. ഗ്ലോബാണ് ഇതിന്റെ പേര്, ഗ്ലോബ്. അടിപൊളി മുന്തിരിയാണ്. അതെ, ഇത് കണ്ടാൽ തന്നെ അറിയില്ല, ഗ്ലോബിന്റെ അത്ര വലിപ്പമുള്ളതുകൊണ്ടായിരിക്കാം ഇതിന് ഗ്ലോബ് എന്ന് പേരിട്ട്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, ഇത് പുളിയാണ് കേട്ടോ. പക്ഷെ ഇത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന പുളിയല്ല, ഇത് തായ്ലൻഡ് പുളിയാണ്. അപ്പോൾ അതിന് എന്താ പ്രത്യേകത വെച്ചാൽ ഭയങ്കര മധുരമാണെന്നാണ് പറഞ്ഞവർ. പുളിക്ക് നല്ല മധുരമുള്ള പുളി. അപ്പോൾ ഏത് തരം ഫ്രൂട്ട്സും ഇവിടെ കിട്ടും. ഫ്രൂട്ട്സ് മാത്രമല്ല, എല്ലാ ഐറ്റംസ് ബേക്കറികളും ഇവിടെ വന്നാൽ പിന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകേണ്ടി വരില്ല. എല്ലാ സംഭവങ്ങളും കിട്ടും, അതും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ കേട്ടോ. ഏറ്റവും വിലക്കുറവിലാണ് കിട്ടാൻ പോണേ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളി. അപ്പോൾ ഈ ഭാഗത്താണ് ഈ കൂൾ ഡ്രിങ്ക്സിൻ്റെ വലിയൊരു ശേഖരമാണ്. ഇത് തണുപ്പ് ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഏതാ വേണ്ട വെച്ചാൽ നമുക്ക് എടുത്ത് കഴിക്കാം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഏതും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരില്ല. എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡിയാണ്.
ഭാഗത്ത് പറഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഗിഫ്റ്റ് ബോക്സുകളാണ് കേട്ടോ. കല്യാണത്തിനൊക്കെ ഇതാ ഇതേപോലെ ഈ ട്രേയിലൊക്കെ വെച്ചിട്ട് മിഠായികളൊക്കെ കൊടുക്കൂലേ, അപ്പം അതിൻ്റെയൊക്കെ ഉള്ളൊരു നല്ലൊരു ശേഖരമാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ ഇതാ ഐസ്ക്രീമുകളാട്ടോ, നല്ല കൊതിപ്പിക്കുന്ന ഐസ്ക്രീമുകളുണ്ട്, പല ബ്രാൻഡിൻ്റെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് താഴെയുള്ളത്. ഇവിടെ ഇത്രയും നല്ല കേട്ടോ കാണാനുള്ള, ആളും തിരക്കൊക്കെ ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ കയറുന്ന വഴിക്ക് നമ്മൾ കുറച്ച് കാക്കന്മാരെ ഇവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോട് കുറച്ച് കുശലം ചോദിച്ചാലോ? എന്താ വർത്താനം? ഇവിടെ 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 എന്താ വർത്താനം? സുഖമായിട്ടിരിക്കുന്നു. എന്താണ് ബേക്കറിനെ കുറിച്ച് എന്താ പറയാ? ബേക്കറി സൂപ്പറാണ്, ഏറ്റവും നല്ല ബേക്കറിയാണ്. ഒന്ന് രണ്ട് എന്ന് പറഞ്ഞാല് ഇത് ചരിത്രമുള്ള ബേക്കറിയാണ്. ചരിത്രം പറഞ്ഞാല് ഇതിപ്പോ എന്റെ വാപ്പ കാലത്തുള്ള വീടിയാണ്. ചെറിയ സംഗതിയാണ്. ഈ അങ്ങാടിന്റെ മുഖച്ഛായ അതന്നെ. ഇതിനൊക്കെ വേറെ സുരയ്യ ഉണ്ടാവില്ല. അതെ, അതാണ് പറയാനുള്ളത്. അടുത്ത പ്രദേശം ഇത്ര സംഭവം നമ്മൾ കണ്ടാൽ കാഴ്ചപ്പാടില്ല. അപ്പൊ അതൊക്കെയാണ് സന്തോഷം ഉണ്ടാവും വാങ്ങുന്നവർക്കൊക്കെ. അതാണ് വിശാലമായ സൗകര്യങ്ങള്, എല്ലാ സംഭവവും ഇതിന്റെ ഏരിയയിലെ സംഭവം. വൻ വിജയത്തിലേക്ക് ആട്ടെ. അതെ, വൻ വിജയത്തിലേക്ക് ആവട്ടെ, ഞങ്ങളും പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മള് മോൾക്ക് കയറാൻ പോവാണേ. അപ്പൊ മോൾക്ക് കയറുന്നതിന് മുന്നേ ഇവിടെ അൽബേക്ക് പറഞ്ഞൊരു ബ്രോസ്റ്റിന്റെ സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അവിടെ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, വൈകുന്നേരം ആകുമ്പോഴേക്ക് റെഡി ആവും ബ്രോസ്റ്റൊക്കെ അല്ലേ. നമുക്ക് മോൾക്ക് കയറി വെക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള സ്ഥലം, ഫാമിലിക്കും എല്ലാവർക്കും വന്നിട്ട് ഇരുന്നിട്ട് ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള നല്ല അടിപൊളി സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോണേ. ഞാൻ കാണിച്ചു തരാം. വാവ്, ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. നല്ല അടിപൊളി സ്പേസ് ഉള്ളൊരു ഏരിയയാണിത്. ഇത്ര ആൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു സമയത്ത് ഇരുന്ന് കഴിക്കാം. ഒരുപാട് സ്ഥലം. അപ്പോൾ നല്ല റിലാക്സ് ചെയ്തിട്ട് ഇരുന്നിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഉള്ള. ടെൻഷനൊക്കെ ഒഴിവാക്കി ഇരുന്നിങ്ങനെ നല്ലപോലെ അടിപൊളിയായിട്ട് ഇരുന്നിങ്ങനെ കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ആളുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ കഴിക്കാൻ ഇവർ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കഴിക്കാനുള്ളത്? ഇവിടെ അറേബ്യൻ ഡിഷാണ്. അറേബ്യൻ ഡിഷ്, ഷോർമ, ഷവായ, പിന്നെ നമ്മളെ സ്പെഷ്യൽ അൽബേക്കിന്റെ ബ്രോസ്റ്റ് ആണ്. അൽബേക്കിന്റെ ബ്രോസ്റ്റ് ആണ് സ്പെഷ്യൽ. ക്രിസ്പി ബ്രോസ്റ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി ബ്രോസ്റ്റ് ആണ്, അടിപൊളി. പിന്നെ അതേപോലെ തന്നെ സൈഡായിട്ട് ബർഗർ ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, അങ്ങനെ ഷവർമേൻ്റെ. പിന്നെ ഡ്രിങ്ക്സുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളത് ജ്യൂസ്, പിന്നെ ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫലൂഡാസ്, സ്പെഷ്യൽ ഫലൂഡാസ് ഉണ്ട്. അതുപോലെ നമുക്കുള്ള ഷെയ്ക്ക് ഉണ്ട്. നമ്മൾ പിന്നെ സുരേൻ്റെ തന്നെ സ്പെഷ്യൽ ഇറക്കുന്നുണ്ട്, അടിച്ചിറക്കുന്നുണ്ട്. നമ്മളെ ഷെഫുമാരും കാര്യങ്ങളൊക്കെ അകത്ത് വെച്ചാണ് റെഡിയാണ്. 12 മണിക്കാണ് നമ്മൾ അൽബേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കൂൾ ബാർ മാത്രമേ രാവിലെ തൊട്ടുണ്ടാവും. 12 മണിക്ക് നമ്മൾ ഫുഡ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 12 മണി ടു 12 മണി, രാത്രി 12 മണി, രാത്രി 12 മണി വരെ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ മലബാറിൻ്റെ ഏറ്റവും വലിയ ബേക്കറിയായ സുരയ്യ ബേക്കറിൻ്റെ മുതലാളി നെടുംതൂണ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആളെ ചെന്നൊന്ന് പരിചയപ്പെട്ടാലോ? ഹായ്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഉഷാറായിരുന്നു. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങളെ വിളിച്ച് കൊണ്ടുവന്നത് ഒരു 5 മിനിറ്റ് വരെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഈ ബേക്കറിൻ്റെ ഒരു തുടക്കം എന്തായിരുന്നു? ബേക്കറിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം ഇതിൻ്റെ ഒരു സെൻസ് പറയുന്നത് 1963-ലാണ്. എന്ന് വെച്ചാൽ 58 വർഷമായി. 58 വർഷം എൻ്റെ ഫാദർ തുടക്കം കുറിച്ചാണ് സുരയ്യ എന്നുള്ള പേര്. അപ്പോൾ അതിപ്പോൾ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ഡെവലപ്മെൻറ്റ് വരുത്തിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നതാണ്. ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ അനുസരിച്ച് ഒന്നും കൂടി അഡ്വാൻസ് ചെയ്തിട്ടുള്ള ഒരു ട്രെൻഡിലേക്ക് നമ്മൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇന്ന് ഓപ്പൺ ചെയ്ത നമ്മളെ ഈ ഷോപ്പ്. അതിൽ മാക്സിമം എല്ലാ ആൾക്കാരും ഉൾക്കൊള്ളിക്കാൻ, പ്രായമായാലും ചെറുപ്പക്കാരും കുട്ടികളൊക്കെ ഉൾക്കൊള്ളിക്കണ ഒരു പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ബേക്കറി അല്ലാതെ വേറെ ഒരു നമുക്ക് നിലവിൽ കിശ്ശേരി അങ്ങാടി തന്നെ ഒരു ബേക്കറി ഉണ്ട്, സുരയ്യ ബേക്കറി. അത് നമ്മളെ
ഫാദർ ഉള്ള തന്നെ ഇപ്പോൾ നിലവിലുള്ള ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 25 വർഷമായി ഇപ്പോൾ നമ്മളെ കിശ്ശേരി അങ്ങാടിയിൽ ഒരു ബേക്കറി. അതായത് ഇപ്പോഴത്തെ സ്ഥലത്തുള്ള അതിൻ്റെ മുന്നേ അങ്ങാടി തന്നെ മറ്റൊരു സ്ഥലത്തായിരുന്നു ഏകദേശം 36 കൊല്ലം 36 വർഷം. അങ്ങനെ ഏതായാലും ഒരു 63-63ാമത്തെ വർഷമാണിത്. അപ്പോൾ അവിടെ നിലവിലൊരു ബേക്കറി ഉണ്ട്. അതേപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റ്, അതേപോലെ ഐസ് ക്യൂബ്, ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഓക്കെ, എല്ലാം ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഫാദർ പിന്നെ പോയിട്ട് ഏകദേശം 12 വർഷം കഴിഞ്ഞു, 13ാമത്തെ വർഷമാണിത്. ഞങ്ങൾ 2 അനിയന്മാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് എല്ലാ ബിസിനസ്സും ചെയ്യണത്. അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ 2 പാർട്ട്നേഴ്സ് ഉണ്ട്. നമ്മൾ പാർട്ട്നേഴ്സ് ബിസിനസ്ക്ക് വേറെ പാർട്ട്നേഴ്സ് ബിസിനസ് ഉള്ളതിൽ ഈ സുരയ്യൻ്റെ പേരിൽ തന്നെ പാർട്ട്നേഴ്സ് ഉള്ളത് ഇതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇതിൽ പ്രൊഡക്ഷൻ ഉണ്ട്. ഇത്രയും കാലം നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം നമ്മളെ ഷോപ്പിലുള്ള ഒട്ടുമുക്കാൽ 90% എല്ലാവരും 100% അവകാശപ്പെടലുണ്ട്. സത്യത്തിൽ അങ്ങനെ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒട്ടുമുക്കാൽ ഐറ്റംസ് നമ്മൾ തന്നെയാണ് പ്രൊഡക്റ്റ് ചെയ്യണത്. അതാണ് ഇപ്പോൾ നമ്മളെ ഈ പുതിയ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ എല്ലാ ഒട്ടുമുക്കാൽ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ശരിക്ക് നമ്മളെ സിറ്റിയിൽ നിന്ന് കുറച്ച് ഒന്ന് വിട്ടിട്ട് ഒന്ന് വിശാലമായിട്ടൊരു ഫാമിലിക്കോ അതല്ലെങ്കിൽ മറ്റാൾക്കാർക്കോ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, അതേപോലെ തന്നെ ഒരു AC ഒരു ഏകദേശം 100ഓളം സീറ്റിംഗ് ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരു AC പിന്നെ സീറ്റിംഗ് ഉണ്ട്, സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ തന്നെ ഒരു ഹോൾസെയിൽ സെക്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ അൽബൈക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബ്രോസ്റ്റിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ഉണ്ട്. അതേപോലെ തന്നെ ബേക്കറിയും നട്ട്സും കേക്ക്സും അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. 3ഉം കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഈ സുരയ്യ ബേക്സിൽ വന്നാൽ ഒരു കസ്റ്റമർക്ക് അത് ഫാമിലി ആയിട്ട് വരാം, സിംഗിളായിട്ട് വരാം, കപ്പിൾസിന് വരാം, ആർക്കും വരാം. എല്ലാവർക്കും പറ്റുന്ന ചോയ്സ് ഇവിടെ ഉണ്ട്. മീൻസ് അതായത് നമുക്കൊരു ബേക്കറി വേണമെങ്കിൽ ആ സുരക്ഷിതത്വം, രണ്ടാമത് ഏത് മേഖലയിൽ എന്ത് വേണമെങ്കിലും എന്തുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാനാണെങ്കിൽ വരാം, വെള്ളം കുടിക്കാനാണെങ്കിൽ വരാം, ചായ കുടിക്കാനാണ് വരാം, ബേക്കറി വാങ്ങാൻ വരാം, നട്ട്സ് വാങ്ങാൻ വരാം. ഫ്രീ ആയിട്ട് നല്ല ലാവിശ്യ വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ്. അതേപോലെ തന്നെ എന്താ വെച്ചാൽ കേക്കിലൊക്കെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് ഫോട്ടോ കേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നത് നിങ്ങളൊരു ഫോട്ടോ എടുത്താൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങളെ ഫോട്ടോ വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. അങ്ങനെയൊക്കെ അതൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് തന്നെയാണ്. അതേപോലെ ലൈവായിട്ട് ചിപ്സ് പൊരിക്കുന്നൊരു സംവിധാനമാണ്. അത് നമ്മൾ ഇപ്പോൾ വളരെ അപൂർവമാണ് കേരളത്തിൽ. നമ്മളെ മെഷീനിൽ ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ മെഷീൻ വെച്ചിട്ട് അതേ ഓവൻ പോലെ തന്നെ വിറകോ അതൊന്നും ഇല്ലാതെ തന്നെ കറണ്ടിൻ്റെ ഇലക്ട്രിക്കൽ ഓവനിൽ വെച്ചിട്ട് നമ്മൾ ചിപ്സ് ലൈവായിട്ട് ചൂടോടെ പൊരിച്ചു കൊടുക്കുന്ന അതൊക്കെ നിങ്ങളിവിടെ മുന്നിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ടല്ലേ ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ? ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ സ്ഥാപനത്തിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പുതിയ കാൽവെപ്പിൽ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നതിനൊപ്പം തന്നെ ഹോൾസെയിലിൻ്റെ വലിയൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പുറത്തേക്ക് ഷോപ്പുകാർക്ക് അതേപോലെ ലൈനിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരു വീണ്ടും തൊഴിൽ സാധ്യത സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഷോപ്പ് തന്നെ ഏകദേശം ഒരു 30ഓളം സ്റ്റാഫുകൾ ഇപ്പോൾ ഈ ഷോപ്പിലുണ്ട്. ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ പ്രവാസികൾക്ക് അങ്ങനെ ഒരുപാട് സാധ്യതകൾ നമ്മൾ മുന്നിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് പിന്നെ ലൈനിൽ സപ്ലൈ ചെയ്യാൻ അതുപോലെ ഒരുപാട് സാധ്യത. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഇതിലുണ്ട്, ഒരുപാട് ആൾക്ക് ജോലി കൊടുക്കാനുള്ള ഒരു ഇത്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മളൊരുപാട് ബിസിനസ് ചെയ്യുക, സമ്പാദിക്കുക എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കുറേ ആൾക്കാർക്ക് ജോലി, അവരുടെ കുടുംബം പോറ്റാൻ നമ്മളെ കൊണ്ട് നമ്മളൊരു സഹായമാകുകയാണെന്നുണ്ടെങ്കിൽ അതിലാണ് നമ്മൾ ശരിക്കും സംതൃപ്തി ഉള്ളത് നമുക്ക്. അപ്പോൾ ഇതിൽ വേറെ പാർട്ട്ണർമാരുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് ഓരും കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ പാർട്ട്ണർമാരാണെന്ന് പറഞ്ഞു അല്ലേ? പേരൊക്കെ ഒന്ന് ബഷീർ. അതെ, ഒക്കെ കീഴ്ശേരിക്കാരനാണ്. അപ്പോൾ ഇവർ രണ്ടാണ് പാർട്ട്ണർമാർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് സുരയ്യൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ ഇവിടെ ഇതാ ലൈവായിട്ട് ചിപ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള മെഷീനറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതും പിന്നെ ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് അപ്പുറത്ത്. ആ വീഡിയോകളും ഈ ഒരു വീഡിയോയും കൂടി ഞങ്ങൾ അടുത്തതായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. അതുപോലെ ഇന്നൊക്കെയാണ് നമ്മളെ ചാനൽ എല്ലാവരും കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചിരുളി മീഡിയ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ട് കൊടുക്കണം. എന്നാലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.